ഇന്ന് ഞാനിവിടെ നോർത്ത് ഇന്ത്യൻ ഡിഷായ ചില്ലി സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് മുളക് കറി. ഇതുപോലെ വലിയ മുളകാണ് നമ്മൾ ഈ ചില്ലി സാലഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 8 മുളക് എടുത്തിട്ടുണ്ട്. ഈ മുളക് നടുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വിടണം. ഫുള്ള് കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. മസാലയൊക്കെ ഇതിനുള്ളിൽ കയറാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എല്ലാ മുളകും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുക്കണം. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കുതിരാനായിട്ട് വെക്കാം. ഇത് കുറച്ച് നേരം നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ പിന്നെ പുളി പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല കട്ടിക്കുള്ള ചാറ് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 50 ഗ്രാമിൻ്റെ വെള്ള എള്ള എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ഞാനിവിടെ 1/4 കപ്പ് വറുത്ത തേങ്ങയാണ്. ഇത് തേങ്ങ മസാലയൊന്നും ഇല്ലാതെ വെറുതെ വറുത്തെടുത്ത തേങ്ങയാണ്. ഇതുപോലെ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന എള്ള് ഇതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഇത് വറുത്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും. ഈ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നല്ലതുപോലെ തണുക്കാൻ വെക്കണം. ഇത് തണുത്തിട്ട് നല്ലതുപോലെ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ദേഹത്ത് തിറയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മുളക് ഇങ്ങനെ തിരിച്ചിട്ട് എല്ലാ സ്ഥലവും ഫ്രൈ ആകത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതേ ഓയിലിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 വറ്റൽ മുളകും ഒരു സവാള നീളത്തിലരിഞ്ഞതും, ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തായതുകൊണ്ടാണ് ഇത് കട്ടായിട്ടിരിക്കുന്നത്. ഇത് ഓയിലിലേക്ക് ഇടുമ്പോഴേക്ക് ഇത് താനെ മെൽറ്റ് ആയിക്കോളും. ഇതുണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ യൂട്യൂബിൽ സലു കിച്ചൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. ഇതിവിടെ നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് നമ്മൾ ഇളക്കിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം പുളി കണ്ടോ, ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ പുളി നല്ലതുപോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കും. പുളി മാറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അരച്ച മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള ഒരു കറിയാണിത്. ഈ കറി തിളച്ചു വരുമ്പോഴേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുളകുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച ശേഷം പാത്രം മൂടി ഒരു 10 മിനിറ്റ് എണ്ണ തെളിയും വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിനിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് എള്ള് വിതറിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ചില്ലി സാലൻ ഇവിടെ തയ്യാറായി. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.